ഗ്രാൻഡ് വിറ്റാര നമ്മൾ ഇന്ത്യയിൽ ക്ലെയിം ചെയ്ത മൈലേജ് ആണ് 28 കിലോമീറ്റർ. അതുപോലെ തന്നെ ഈ ഒരു വേരിയന്റിൽ ഒരുപാട് ഫീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയന്റ് കൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, വീൽസ് ചെയ്യാൻ സാധിക്കും. ഇൻബിൽഡ് ആയിട്ട് നമുക്ക് വീൽ കപ്സും ഷോറൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റിനുള്ള AC. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് പറയാം ഈ ഒരു പ്രൈസിൽ ഇത് വെർത്താണോ എന്ന്. അതുപോലെ നിങ്ങൾ ടുഡേ വി ആർ ഇൻട്രൊഡ്യൂസിംഗ് ഇന്ത്യസ് മോസ്റ്റ് മൈലേജ് ക്ലൈമറ്റ് SUV. യെസ്, ഇറ്റ്സ് മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാര. ഗ്രാൻഡ് വിറ്റാര നമ്മൾ ഇന്ത്യയിൽ ക്ലെയിം ചെയ്ത മൈലേജ് ആണ് 28 കിലോമീറ്റർ മൈലേജ്. സോ ഇന്നത്തെ എൻ്റെ കൂടെ ഉള്ളത് മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാരയുടെ ഡെൽറ്റ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. സോ അത്യാവശ്യം വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആണ്. സോ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു വേരിയൻ്റ് ഇത് കൊണ്ടുവരാൻ മെയിൻ റീസൺ ഒരുപാട് ഫീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയൻ്റ് കൂടിയാണ് ഈ ഒരു ഗ്രാൻഡ് വിറ്റാര. അത് മാത്രമല്ല ഒരുപാട് ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു ഗ്രാൻഡ് വിറ്റാരയിൽ. സോ നമുക്ക് അടുത്ത് പരിചയപ്പെടാം ഈ ഒരു വെഹിക്കിളിനെ. സോ എല്ലാവർക്കും നമ്മൾ പുതിയവർക്ക് ഹൃദ്യമായി സ്വാഗതം. സോ വെൽക്കം ടു ഒരു ന്യൂ വീഡിയോ. സോ ഫൈനലി ഇതാണ് ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ വേരിയൻ്റ് വരുന്നത്. സോ അതൊരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന മോഡലാണ് ഈ ഗ്രാൻഡ് വിറ്റാര. അതൊരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് പറയാൻ മെയിൻ റീസൺ അത്യാവശ്യം ഫീച്ചേഴ്സ് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വേരിയൻറ്റിൽ ഒരുപാട് ഫീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയൻറ്റ് കൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഈ ഒരു ഡെൽറ്റ വേരിയൻറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫ്രണ്ട് പ്രൊഫൈൽ നമുക്ക് കണ്ടു തുടങ്ങാം. സോ സ്ട്രൈറ്റ് അവേ ഫ്രണ്ട് പ്രൊഫൈൽ. സോ ഇതാണ് ഓവറോൾ ഗ്രാൻഡ് വിറ്റായുടെ ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. ഈ ഒരു വെഹിക്കിളിലെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് തോന്നിക്കുന്നത് ആ ഒരു ക്രോം പ്ലേറ്റിംഗ് ആണ്. കണ്ടോ, അത്യാവശ്യം നല്ല ബ്രൈറ്റിങ്ങിലാണ് ആ ഒരു ക്രോം പ്ലേറ്റിംഗ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സെൻറ്ററിൽ നമുക്ക് സുസുക്കിയുടെ വലിയ ലോഗോ കൊടുത്തിട്ടുണ്ട്. നേരെ താഴെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് അതിൻ്റെ ഗ്രിൽ യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. നേരെ താഴെ നമുക്ക് ബമ്പർ ഒരു ഗഡ് മെറ്റാലിക് ഫിനിഷിലാണ് എൻ്റെ ബമ്പർ യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ നേരെ ഈ ഒരു പോർഷനിൽ വരികയാണെങ്കിൽ ഇവിടെയാണ് ഇതിൻ്റെ 10 ഇൻഡിക്കേറ്റേഴ്സും DRL യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. വാവ്. അത് നേരെ താഴെ പ്രൊജക്ട് ഹാലജൻ ലാംപ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ഉണ്ടോ, നിങ്ങൾ ടോപ്പിൻ്റെ പോകുന്ന സമയത്ത് ഒരു ക്രോം പ്ലേറ്റിംഗ് ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോറൂമിൽ ആക്സറീസ് ആയിട്ടും ഒരു ക്രോം പ്ലേറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. നമുക്ക് ഈ ഹുഡിലും ധാരാളം ക്യാരക്ടർ ലൈൻസും കാണാനായിട്ട് സാധിക്കും. ശരിക്കും ഒരു മാസീവ് സൈസിലുള്ള ഒരു SUV നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും ഈ ഒരു ഗ്രാൻഡ് വിറ്റാനെ കുറിച്ച് പറയുന്ന സമയത്ത്. സോ നേരെ സൈഡ് പ്രൊഫൈലോട്ട് വരുമ്പോൾ സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. 17 ഇഞ്ച് സ്റ്റീൽ വീൽസ് ആണ് ഈ ഒരു വെഹിക്കിളിൽ വന്നുള്ളത്. 4 വീൽ ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തുള്ളത്. 5 സ്പോക്കാണ് വീൽ വന്നുള്ളത്. ഒരു സ്റ്റീൽ വീൽസ് ഈ ഒരു വേരിയന്റിൽ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആക്സറീസ് ആയിട്ട് അലോ വീൽസ് ചെയ്യാൻ സാധിക്കും. ഇൻബിൽഡ് ആയിട്ട് നമുക്ക് വീൽ കപ്സും ഷോറൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീൽ RCs കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡിൽ ധാരാളം ക്യാരക്ടർ ലൈൻസും കൊടുത്തിട്ടുണ്ട്. കൊണ്ടോ, ഒരുപാട് ക്യാരക്ടർ ലൈൻസ് നമുക്ക് സൈഡിൽ കാണാനായിട്ട് സാധിക്കും. ഒരു SUV ഫീൽ നമുക്ക് ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു സൈഡ് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സൈഡ് വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൈഡ് വ്യൂ മിറേഴ്സാണ് കൊടുത്തുള്ളത്. 10 ഇൻഡിക്കേറ്റേഴ്സും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഇനി നമുക്ക് ഡോർ പാഡിൽ റിക്കോ സെൻസർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കത് ബേസ് മോഡ് മുതലേ പുഷ്പെട്ട സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നുണ്ട്. ഒരു പ്ലസ് പോയിന്റ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. കാരണം ശരിക്കും ഒരു ബേസ് മോഡ് മുതലേ സ്റ്റാൻഡേർഡ് ഫീച്ചറാണ് ആ ഒരു പുഷ്പെട്ട സ്റ്റാർട്ട് വരുന്നത്. ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിലും കൊടുത്തിട്ടുള്ളത്. ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇനി നേരെ ബാക്ക് പ്രൊഫൈലോട്ട് വരുമ്പോൾ സോ ഇതാണ് ഓവറോൾ ഇതിനൊരു ബാക്ക് പ്രൊഫൈൽ വരുന്നത്. ബാക്കിൽ മെയിൻ ഹൈലൈറ്റ് പറയാനുള്ളത് ആ ഒരു ടെയിൽ ലാംപ്സിനെ കുറിച്ചാണ്. സോ ഒറ്റ നോട്ടിൽ കണ്ട ഒരു കണക്റ്റഡ് ടൈപ്പ് ടെയിൽ ലാംപ്സ് തോന്നി. ഇവിടെ ഒരു കണക്റ്റ് പോകുന്ന രീതിയിലാണ് ഡിസ്കൗണ്ടാണ് ഇവിടെ കൊടുത്തുള്ളത്. സോ നമുക്ക് ഗ്രാൻഡ് വിറ്റാറിന് വലിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് ഹൈബ്രിഡ് വരുന്നുണ്ട്. എൻജിൻ ബാഡ്ജിങ് ആണ് അവിടെ കൊടുത്തുള്ളത്. സോ നമുക്ക് താഴെയും കൺട്രോൾസ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റിവേഴ്സ് ലാമ്പും 10 ഇൻഡിക്കേറ്റേഴ്സ് റിഫ്ലക്ഷനാണ് ഇവിടെ കൊടുത്തുള്ളത്. ഫ്രണ്ടിൽ കണ്ട പോലെ ഡോൾട്ടൺ ബമ്പറാണ് ബാക്കിലും കൊടുത്തുള്ളത്. ഒരു ഗഡ് മെറ്റാലിക് ഫിനിഷ്. പാർക്കിംഗ് സെൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. ഹൈമോഡ് സ്റ്റോപ്പ് ലാമ്പ്, ഷാർഫിൻ ആൻറ്റിന, ഇൻബിൽഡ് സ്പോയിലർ, ഡിഫോക്ക് ലൈൻസും ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട്. സോ നമുക്ക് വൈപ്പർ വേണമെങ്കിൽ ടോപ്പ് എൻഡ് മോഡൽ പോയുള്ള വൈപ്പേഴ്സ് നമുക്ക് ലഭിക്കുന്നുള്ളൂ. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ വരുന്നത്. സോ ഇനി ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയുള്ള ഒരു ബൂട്ട് കപ്പാസിറ്റിയാണ് ഇതിൽ വരുന്നത്. സ്റ്റോറേജ് സ്പേസും നമുക്ക് 2 സൈഡിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ 2 വാട്ടർ ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. റീഡിങ് ലാംപ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. താഴെ സ്പെയർ വീലും ടൂൾ കിറ്റൊക്കെ താഴെയാണ് കൊടുത്തിട്ടുള്ളത്. വീൽ കപ്സും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സോ പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട്. 60/40 സ്പ്ലിറ്റഡ് സീറ്റാണ് ഇതിൻ്റെ ഒരു സെക്കൻഡ് റോയിൽ വന്നുള്ളത്. സോ നമുക്ക് കൂടുതലും അതിൻ്റെ സെക്കൻഡ് റോയെ കുറിച്ച് പറയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. മാനുവലി ക്ലോസ് ചെയ്യുന്ന ടെയിൽ ഗേറ്റ്. സോ ഇതാണ് ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ വ്യൂ വരുന്നത്.
സോ നമുക്ക് നെക്സ എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സോ ഇത് നെക്സ കാറ്റഗറി ഉൾപ്പെടുന്ന മറ്റൊരു വെഹിക്കിളും കൂടിയാണ് ഗ്രാൻഡ് വിറ്റാര. സോ നെക്സ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും, ഒരു പ്രീമിയം കാറ്റഗറിയാണ് സുസുക്കിയുടെ ലൈനപ്പിൽ. സോ അതാണ് നെക്സ വരുന്നത്. സോ നമ്മൾ വന്നുള്ളത് നെക്സ തിരൂർ ഷോറൂമിലാണ്, തിരൂർ മൂച്ചിക്കൽ ഷോറൂമിലാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ വന്നിട്ടുള്ളത്. സോ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ കണ്ടിട്ട് വരാം. സോ നമുക്ക് നേരത്തെ ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കി നോക്കാം. സോ ഓവറോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. ഒരു ഡുവൽ ടോൺ കളറിലാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് കീ വന്നുള്ളത്. ലോക്കും അൺലോക്കും ഒരു ബേസിക് കീ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡോർ പാഡ് നോക്കി വെക്കാം. ഇവിടെ നമുക്കൊരു ഡുവൽ ടോൺ കളറാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ഫിനിഷ്, ഒരു കോഫി ബ്രൗൺ മെറ്റീരിയൽ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്കിവിടെ 3 ടോൺ കളർ വിളിക്കാൻ സാധിക്കും. ഇവിടെ ഗെറ്റ് മെറ്റാലിക് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. ഡോർ ലോക്ക് അൺലോക്ക്, പവർ വിൻഡോ കൺട്രോൾ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഫോൾഡിങ് യൂണിറ്റും ഇവിടെയാണ് വന്നിട്ടുള്ളത്. സീറ്റ് മാനുവലി അഡ്ജസ്റ്റബിൾ സീറ്റ്സൊക്കെ കൊടുത്തിട്ടുള്ളത്. ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും ഈ ഒരു വേരിയൻറ്റിൽ വന്നിട്ടുണ്ട്. സോ നേരെ നമുക്ക് ഇൻറ്റീരിയർ കണ്ടിട്ട് വരാം. സോ ഇനി ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് കണ്ടു തുടങ്ങാം. ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു ഗ്രാൻഡ് വിറ്റാരയിൽ വന്നിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ യൂണിറ്റും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. മീഡിയ കൺട്രോൾ ബട്ടൺസ് ആണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ക്രൂയിസ് കൺട്രോൾ യൂണിറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീലും നമ്മൾ സുസുക്കി ലൈനപ്പിൽ കണ്ടത് സെയിം സ്റ്റിയറിംഗ് വീൽസ് ആണ് ഇതിലും വന്നിട്ടുള്ളത്. പാഡൽ ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. സോ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് കൂടിയാണ് ഈ ഒരു ഡെൽറ്റ വേരിയൻ്റ് പറയുന്നത്. സോ ഇനി നേരെ ക്ലസ്റ്റർ യൂണിറ്റ് പോവുകയാണെങ്കിൽ കണ്ടോ, അത്യാവശ്യം ഒരു സ്പോർട്ടി ഫീലാണ് ഇതിൻ്റെ ഒരു ക്ലസ്റ്റർ യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ധാരാളം ഇൻഫർമേഷൻ അറിയണ ഒരു ക്ലസ്റ്റർ യൂണിറ്റ് കൊടുത്തത്. ഈ ഒരു നീഡിൽ കണ്ടോ, ഈ 2 സൈഡിലും ഒരു നീഡിലുണ്ട്. ഒരു ഓൾഡ് സ്കൂൾ രീതിയാണ് ഇപ്പോഴും ട്രഡീഷൻ ചെയ്യണത് ഈ ഒരു സുസുക്കി വരുന്നത്. ധാരാളം ഇൻഫർമേഷൻ അറിയുന്ന ഒരു മീറ്റർ കൺസോൾ അതിൽ കൊടുത്തിട്ടുള്ളത്. സ്പീഡോമീറ്റേഴ്സ് കാണാൻ സാധിക്കും, RPM ഗേജും നമുക്കവിടെ കാണാൻ സാധിക്കും. ഫ്യൂൽ ഗേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീറ്റിൻ്റെ ഗേജും കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് ഹൈബ്രിഡ് ആയ കാരണം എൻജിൻ മോട്ടോർ വൺസ് അവിടെ കാണിച്ചിട്ടുള്ളത്. സെൻട്രൽ കൺസോളിൽ പോകണമെങ്കിൽ ഇൻഫോടൈം സിസ്റ്റം ഈ ഒരു വേരിയൻറ്റിലാണ് ഇൻഫോടൈം സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അത്യാവശ്യം കണ്ടിന്യൂറ്റി ഫീച്ചേഴ്സുള്ളൊരു ഇൻഫോടൈം സിസ്റ്റമാണ് ഇതിൽ വന്നിട്ടുള്ളത്. സോ നേരെ താഴെ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഹസാർഡ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് ബേസ് മോഡൽ മുതൽ ഇതിൽ വന്നിട്ടുള്ളത്. സോ അതൊരു സ്റ്റാൻഡേർഡ് ഫീച്ചറാണ് ഒരു AC വരുന്നത്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം ഈ ഒരു പ്രൈസിൽ ഇത് വെറുത്താണോ എന്ന്. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ബ്രാൻഡിൽ ഈ ഒരു ഫീച്ചർ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം ബേസ് മോഡൽ മുതൽ വരുന്നുണ്ടെങ്കിൽ. സോ അതിൻ്റെ നേരെ താഴെയും കുറച്ച് കൺട്രോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ട്രാഷ് കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ, ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഒരു USB പോർട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെയും നമുക്കൊരു 200 ചാർജിങ് സോക്കറ്റ് വന്നത്. മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കാണാനായിട്ട് സാധിക്കും. സോ നമുക്കൊരു ഇവിടെ M എന്നൊരു മോഡുണ്ട്. അത് മാനുവൽ ട്രാൻസ്മിഷനുള്ളൊരു മോഡാണ് M എന്ന് കൊടുത്തുള്ളത്. പിന്നെ ഓട്ടോമാറ്റിക് കാരണം നമുക്കിത് ഇലക്ട്രോണിക്കൽ പാർക്കിംഗ് ബ്രേക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഓട്ടോ ഹോൾഡ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളൊരു ഡെമ്മി ബട്ടൺ ശ്രദ്ധിച്ചോ, ഇത് നമ്മൾ ടോപ്പിൻ്റെ പോകുന്ന സമയത്ത് ധാരാളം കൺട്രോളിങ് യൂണിറ്റ് വരുന്നുണ്ട്. അതിൻ്റെ കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് MT ആയിട്ട് കൊടുത്തുള്ളൂ. സോ നിങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൺട്രോളിങ് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. സോ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ്, അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഹാൻഡ് റെസ്റ്റ് ആണ്. സ്ലൈഡബിൾ ഹാൻഡ് റെസ്റ്റും കൂടിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. സോ നമ്മൾ നേരെ സെൻട്രൽ കൺസോൾ നേരെ അപ്പിലോട്ട് പോവുകയാണെങ്കിൽ മാനുവലി ഡിം ചെയ്യണ റിയർ വ്യൂ മിറേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത്. റീഡിങ് ലാംപ്സും സൺഷെയ്ഡ്, അതിൽ നമുക്ക് മിറർ വന്നിട്ടുണ്ട്. പാസഞ്ചറിലും മിറർ വന്നിട്ടുണ്ട്. സോ നേരെ പാസഞ്ചർ സൈഡ് പോവുകയാണെങ്കിൽ ഇവിടെ 3 ടോൺ കളേഴ്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക്, ഗെറ്റ് മെറ്റാലിക്, കോഫി ബ്രൗൺ. ഗ്ലൗ ബോക്സ്, അതിലും അത്യാവശ്യം സ്പേഷ്യസ് ഉള്ള ഗ്ലൗ ബോക്സ് ആണ് അവിടെ കൊടുത്തുള്ളത്. നമുക്കവിടെ ഒരു AC വെൻറ്റും കാണാനായിട്ട് സാധിക്കും. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറെ കുറിച്ച് പറയാനുള്ളത്. സോ അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്ന ഒരു വേരിയൻറ്റും കൂടിയാണ് ഒരു ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ വേരിയൻറ്റ് വരുന്നത്. സോ നമുക്ക് സെക്കൻഡ് റോ കണ്ടിട്ട് വരാം. സോ ഇനി സെക്കൻഡ് റോ കണ്ടിട്ട് വരാം. സോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉള്ള ഒരു സെക്കൻഡ് റോ ആണ് ഈ ഒരു ഗ്രാൻഡ് വിറ്റാരയിൽ വന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡോർ പാഡ് എന്ന് കണ്ടു തുടങ്ങാം. ഇവിടെ 3 ടോൺ കളേഴ്സ് മെറ്റീരിയൽസ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ഫിനിഷ്, ഗൺ മെറ്റാലിക്, സോ താഴെ നമുക്കൊരു ചോക്ലേറ്റ് ബ്രൗൺ ഫിനിഷും കാണാനായിട്ട് സാധിക്കും. സോ നമുക്കിവിടെ പവർ വിൻഡോ കൺട്രോൾ ലോക്കും അൺലോക്കും കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു സെക്കൻഡ് റോ ആണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വന്നുള്ളത്. സോ നമുക്കിവിടെ സീറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട്. തൈ സപ്പോർട്ട് അത്യാവശ്യം എക്സ്റ്റെൻഡ് ആയ കാരണം നല്ല കംഫർട്ടിൽ യാത്ര ചെയ്യാൻ സാധിക്കും. ലെഗ് റൂമും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഹെഡ് റൂം ആയാലും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. സോ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. 2 C-പോർട്ട് ചാർജിങ് സോക്കറ്റും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഫോണൊക്കെ ഉള്ള ഹോൾഡറും അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സും
കാണാനായിട്ട് സാധിക്കും. സോ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സെക്കൻഡ് റോയിൽ ഫീച്ചേഴ്സ് വന്നിട്ടുള്ളത്. സോ ഇനി എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് 1.5 ലിറ്റർ K15 എഞ്ചിനാണ് ഈ ഒരു വെഹിക്കിൾ കൊടുത്തിട്ടുള്ളത്. അറൗണ്ട് 103 bhp പവറും 139 ന്യൂട്ടൺ ടോർക്കും ഈ ഒരു വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പവർ ഫിഗേഴ്സ് തരുന്നുണ്ട്, മൈലേജും ഒരു വെഹിക്കിൾ തരുന്നുണ്ട്. സോ നിങ്ങൾ 28 കിലോമീറ്റർ മൈലേജ് ക്ലെയിം ചെയ്തത് സ്ട്രോങ് ഹൈബ്രിഡാണ്. സോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്മാർട്ട് ഹൈബ്രിഡാണ്. അത്യാവശ്യം നല്ല പാക്കഡ് എഞ്ചിനാണ് കൊടുത്തുള്ളത്. 4 സിലിണ്ടർ എഞ്ചിനും കൂടിയാണ് ഒരു വെഹിക്കിൾ വന്നുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു എഞ്ചിൻ പേ വരുന്നുള്ളത്. കണ്ടോ, അത്യാവശ്യം നല്ല നീറ്റിലാണ് ഈ എഞ്ചിൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, എഞ്ചിൻ പേ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഗായ്സ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ വേരിയൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്ന മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നിങ്ങൾ വെഹിക്കിൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ ബുക്ക് ചെയ്തു. അത്യാവശ്യം ഓഫേഴ്സ് ഈ ഒരു വെഹിക്കിൾ വരുന്നുണ്ട്. സോ മോർ ഇൻഫർമേഷൻ താഴെ നമ്പർ കൊടുത്തിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം. ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിലും ബുക്കിംഗ് ആണെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോ വരുന്നത് ചെറിയ ബ്രേക്ക്. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.